TMA പാർട്ട് 6ക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബേഴ്സിന്റെ ആവശ്യപ്രകാരം ഇന്നത്തെ എക്സൽ ക്ലാസ്സിൽ നമ്മൾ VLOOKUPനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വെർട്ടിക്കൽ ലുക്കപ്പ് വെർട്ടിക്കൽ ലുക്കപ്പ് ഫംഗ്ഷൻ ഒരു എക്സൽ വർക്ക് ബുക്കിലേക്ക് പല വർക്ക് ഷീറ്റുകളിൽ നിന്നോ മറ്റ് എക്സൽ വർക്ക് ബുക്കുകളിൽ നിന്നോ മാസ്റ്റർ ഷീറ്റിൽ ഇല്ലാത്ത വിവരങ്ങൾ ഒരു യുണീക് ഫീൽഡിനെ ആസ്പദമാക്കി കൊണ്ടുവരാനുള്ളതാണ് VLOOKUP ഫംഗ്ഷൻ. മനസ്സിലായോ? വാ, അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ ഡെസ്ക്ടോപ്പിൽ നിങ്ങൾക്ക് കാണാം, ഡെസ്ക്ടോപ്പിൽ രണ്ട് ഷീറ്റ്, എക്സൽ ഷീറ്റുകൾ, ഒന്ന് മാസ്റ്റർ ഷീറ്റ്, മറ്റൊന്ന് സബ് ഷീറ്റ്. മാസ്റ്റർ വർക്ക് ഷീറ്റ് എന്നാൽ നാം ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഷീറ്റാണ്. ഒരു ഫൈനൽ റിപ്പോർട്ട്, നമ്മൾക്ക് ആവശ്യമുള്ള ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഷീറ്റാണ് മാസ്റ്റർ ഷീറ്റ്. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇതിലേക്ക് വേറെ ഡാറ്റകൾ, ഇതിലില്ലാത്ത ഡാറ്റകൾ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷീറ്റിനെ നമ്മൾ സബ് ഷീറ്റ് എന്ന് പറയുന്നു. ഇതിലിപ്പോൾ മാസ്റ്റർ ഷീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സാലറി എന്നും സ്കൂൾ, ഷോപ്പ് എന്ന് പറഞ്ഞ 3 ഷീറ്റിലുണ്ട്. വേറെ 4ാമത്തെ ഷീറ്റിനെ കുറിച്ച് പിന്നീട് പറയാം. ഇതിൽ സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിലെ സാലറിയുമായി അനുബന്ധപ്പെട്ടിട്ടുള്ള ഫീൽഡുകളെ കണക്റ്റഡ് ആക്കിയിട്ട് ഒരു സാമ്പിൾ ഫയൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സാലറി വർക്ക് ഷീറ്റാണിത്. ഒരു സ്കൂളിലെ കുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങളാണ് സ്കൂളിലുള്ളത്. ഒരു കടയിലെ, ഒരു ഷോപ്പിലെ വിൽപ്പന സാധനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇതിൽ. എന്നിനെ എക്സൽ വർക്കിനനുസരിച്ച് ഒരു മാസ്റ്റർ വർക്ക് ഷീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ കാണുന്നത്. അതായത് ഈ സബ് ഷീറ്റ് എന്ന് പറഞ്ഞാലും സാലറി, സ്കൂള്, ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സാലറിയിൽ എംപ്ലോയി നെയിമും എന്ന് പറഞ്ഞൊരു എംപ്ലോയി നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ് ഉണ്ട്. ഈ മാസ്റ്റർ ഷീറ്റിലും സാലറിയിൽ എംപ്ലോയി നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡ് ഉണ്ട്. അതുപോലെ സ്കൂളിൽ രജിസ്റ്റർ നമ്പർ, സബ് ഷീറ്റിൽ സ്കൂളിൽ നോക്കിയാലും രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ട്, സോറി, ഇത് എംപ്ലോയി നമ്പർ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്, രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡ് ഉണ്ട്. ഇനി ഷോപ്പ് എടുത്തു നോക്കിയാലും അതിൽ ഐറ്റം കോഡ് എന്ന് പറഞ്ഞിട്ടൊരു സബ് ഷീറ്റിലുണ്ട്. മാസ്റ്റർ ഷീറ്റിലും നിങ്ങൾക്ക് ഐറ്റം കോഡ് എന്ന് പറഞ്ഞിട്ട് കോമൺ. ഇത് ഇങ്ങനെ ഒരു ഫീൽഡ് എങ്കിലും കോമൺ ആയിരിക്കണം മാസ്റ്റർ ഷീറ്റിലും സബ് ഷീറ്റിലും. മാസ്റ്റർ ഷീറ്റ് ഇവിടെ കാണാം, സബ് ഷീറ്റ് ഇവിടെയും കാണാം. ഇത് രണ്ടിനെയും ഒരു സ്ക്രീനിലേക്ക് കാണാവുന്ന രീതിയിലേക്ക് ആക്കിയിരിക്കുന്നതാണ്. ഇതിൽ സാലറി എന്ന് പറഞ്ഞ ഷീറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സീരിയൽ നമ്പർ, എംപ്ലോയി നമ്പർ, എംപ്ലോയി നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, ഡെസിഗ്നേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ജോയിനിങ്, സാലറി, ഡൊണേഷൻ, നെറ്റ് സാലറി. സാലറി എന്ന് പറഞ്ഞാൽ അവർക്ക് മൊത്തം എത്രയുണ്ട്, ഡൊണേഷൻ കിഴിച്ചിട്ട് നെറ്റ് സാലറി എത്ര കൊടുക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇത് കാണിക്കുന്നത്. ഇതിൽ 23 എംപ്ലോയീസിൻ്റെ കാണിച്ചിട്ടുള്ളൂ. ഇത് കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ആവശ്യം വരുന്ന കാര്യമാണ് VLOOKUP എന്നുള്ളത്. അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ അടിച്ച് ചേർക്കാവുന്നുള്ളൂ. ഇതിൽ നോക്കിയിട്ട് ഇപ്പോൾ ഗോപാൽ ഭാരതി എന്ന് പറഞ്ഞ എംപ്ലോയി 650 രൂപ ഡൊണേഷൻ കൊടുക്കുന്നുണ്ട്. ഇതിൽ നോക്കൂടെ ഗോപാൽ ഭാരതി എന്ന് പറഞ്ഞ പേര് വേറൊരു സ്ഥലത്താണ്. ഇവിടെ ആദ്യത്തെ പേരാണെങ്കിൽ ഇവിടെ 7ാമത്തെ പൊസിഷനിലാണ് ഗോപാൽ ഭാരതി എന്ന പേര് ഇപ്പോൾ എടുക്കുന്നത്. ആൾക്ക് 38,050 രൂപയിൽ ഈ 650 രൂപ കുറച്ചിട്ടുള്ള 650 രൂപ ഇവിടെ ഡൊണേഷനിൽ VLOOKUP അടിച്ച് കൊണ്ടുവരണം. ഇവിടെ ആ 650 രൂപ കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ആൾക്ക് ബാങ്കിലേക്കോ അല്ലെങ്കിൽ കയ്യിലോ കൊടുക്കുന്ന ആ ഒരു കൺസെപ്റ്റാണ് VLOOKUP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. VLOOKUP എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലുക്കപ്പ് ആണ്. ഇതിന് അത്യാവശ്യം വേണ്ടത് ഈ നമ്പറും കൂടെ കോമൺ ആയിട്ട് ഒരു ഫീൽഡ് ഉണ്ടായിരിക്കണം. അതായത് എംപ്ലോയി നമ്പർ എന്ന് പറയുന്ന ഈ ഫീൽഡ് അതിവിടെ കോമൺ ആയിരിക്കണം. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഗോപാൽ ഭാരതി തന്നെ നോക്കുന്നുണ്ടെങ്കിൽ ഈ
00001 എന്ന് പറഞ്ഞ നമ്പറാണ് ഗോപാൽ ഭാരതി എന്ന് പറഞ്ഞ കണക്കുള്ളത്. ആ നമ്പർ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇത് പിന്നെ യുണീക്ക് ആയിരിക്കണം. ഈ നമ്പറുകൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനത്തെ ഒരു ഇതായിരിക്കും എംപ്ലോയി നമ്പർ എന്ന് പറയുന്നത്. ഒരു എംപ്ലോയി നമ്പർ വേറെ ആൾക്ക് ഉണ്ടാവില്ല. അതുപോലത്തെ ഒരു ഫീൽഡ്, അതാണ് യുണീക്ക് ആയിരിക്കണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉണ്ടാവണം. ഇതിലേക്കാണ് ഈ മാസ്റ്റർ ഷീറ്റിലേക്കാണ് നമ്മൾ സബ് ഷീറ്റിൽ നിന്ന് ഡൊണേഷൻ എന്ന് പറഞ്ഞ ഫിഗർ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ ഡൊണേഷൻ എന്ന ഷീറ്റിൽ എണ്ണം കുറഞ്ഞാലും, സബ് ഷീറ്റിൽ 15 പേരുടെ ഡീറ്റെയിൽസ് ഉള്ളൂ എന്ന് വെച്ച് പ്രോബ്ലം ഇല്ല. ഇവിടെ ഇല്ലാത്തവരുടെ, ഉദാഹരണത്തിന് അമ്മൂദ് എന്ന് പറഞ്ഞ ആളുടെ പേര് സബ് ഷീറ്റിൽ ഇല്ലെങ്കിൽ ഇവിടെ എറർ വരുന്നു മാത്രം. ഇവിടെ 0 എന്നുള്ള അല്ലെങ്കിൽ എറർ വരും. അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുടെ ആണെങ്കിൽ ഗോപാൽ ഭാരതി എന്ന് പറയുന്ന ആളുടെ പേരിൻ്റെ നേരെ ഇവിടെ 650 അല്ലെങ്കിൽ 650 റുപ്പീസ് ഇവിടെ വരും. അതിനാണ് വി ലുക്കപ്പ്. ഒരു ഷീറ്റിൽ നിന്ന് വേറെ ഷീറ്റിലേക്ക് ഡാറ്റ കൊണ്ടുവരുന്നതാണ് വി ലുക്കപ്പ്. പറഞ്ഞോ. എവിടെയാണോ ഡാറ്റ വരേണ്ടത്, അത് ഡൊണേഷൻ, ഉദാഹരണത്തിന് ഇവിടെ ഡൊണേഷൻ വരണം. ഈ സബ് ഷീറ്റിൽ നിന്ന് ഇവിടെ ഒരു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഡൊണേഷൻ ഇവിടെ വരണം. അതിന് ഈ സെല്ലിൽ വയ്ക്കുകയും ഈക്വൽ ടു, അത് ഫംഗ്ഷൻ ആരംഭിക്കുന്നത് ഈക്വൽ ടു ഇട്ടിട്ടാണ്. ഈ ഫംഗ്ഷൻ്റെ പേരാണ് VLOOKUP, വി ലുക്കപ്പ്, വെർട്ടിക്കൽ ലുക്കപ്പ്, ഓപ്പൺ ബ്രാക്കറ്റ്. അതിനുശേഷം വേണ്ടത് ലുക്കപ്പ് വാല്യൂ. അതായത് ഈ ഷീറ്റിലും മാസ്റ്റർ ഷീറ്റിലും സബ് ഷീറ്റിലും കോമൺ ആയിട്ട് വരുന്ന യുണീക്ക് ഫീൽഡ് അത് ഏതാന്ന് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ ഇരിക്കുന്നത് ഈ I3 എന്ന് പറഞ്ഞ സെല്ലിലാണ്. അപ്പൊ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള യുണീക്ക് ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് 200-177. അതായത് B3യിലുള്ള 200-177നെയാണ് നമ്മൾ ഇനി അന്വേഷിക്കാൻ പോകേണ്ടത്. അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ ആദ്യത്തെ ലുക്കപ്പ് വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ കോമിഡ, ഇവിടെ കോമ വന്നു. ഇനി നമ്മൾ എവിടെയാണ് ഈ 200-177 അന്വേഷിക്കാൻ പോണേന്ന് കാണിക്കുന്നതിന് അതിനെ പറയുന്നതാണ് എന്ത്? ടേബിൾ അറേ. അതാണ് ഈ സബ്ഷീറ്റ് എന്ന് പറഞ്ഞ ഫയലിലെ ഇത്തരം ഏരിയ, അതായത് A2 മുതൽ C17 വരെയുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സബ്ഷീറ്റ് .xls സാലറി എന്ന് പറഞ്ഞ ഷീറ്റിലെ A2 മുതൽ C17 വരെയുള്ളത്. ഇത്തരം കാര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമിഡ. ഇനി അവിടെ കൊടുക്കേണ്ടത് കോളം ഇൻഡെക്സ് നമ്പർ. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന അറേ ഇത്ര ഡീറ്റെയിലിൽ A2 മുതൽ C17 ഏത് ഡാറ്റയാണ് ഇവിടെ വരേണ്ടത്, എത്രാമത്തെ കോളത്തിലെ, അതായത് A എന്ന് പറയുന്നത് 1, B2, C3, അതായത് മൂന്നാമത്തെ കോളത്തിലെ ഫിഗറാണ് ഇവിടെ ഡൊണേഷൻ എന്നുള്ളത് വരേണ്ടത്. അതാണ് ഇവിടെ നമ്മൾ 3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കോമിഡ. നമുക്ക് 2 ഓപ്ഷൻ കൂടിയും ഇവിടെ വരുന്നത്, അതായത് റേഞ്ച് ലുക്കപ്പ് എന്ത് തരത്തിലുള്ളതാണ്. അതായത് ട്രൂ എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് മാച്ച്, ഏകദേശം സാമ്യപ്പെടുത്തി വന്നാൽ മതി. അതായത് 200-177-117 തന്നെ വരണ്ട. 200 വേറെ എന്തെങ്കിലും ഒരു മാച്ചിങ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ ട്രൂ എന്നുള്ള രീതിയിൽ എടുക്കും. അല്ല എക്സാക്ട് മാച്ചിങ് 200-117 എക്സാക്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ മാത്രം അതിന് തുല്യമായിട്ടുള്ള മൂന്നാമത്തെ കോളത്തിലെ ഫിഗർ ഇവിടെ വരുത്തിക്കണമെങ്കിൽ ഫാൾസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഫാൾസ് എന്നുള്ള ചൂസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോഴെന്തുണ്ടായി? ഈ 200-117 എന്ത് വന്നു? ഇവിടുത്തെ 200-117 200 എന്നുള്ളത് ഡൊണേഷനായിട്ട് ഇവിടെ വന്നു. ഇതാണ് വി ലുക്കപ്പ്. ഇത് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അമോദ് ഭാരതിയുടെ 200 വന്നു,
അന്തോണി പി വി എന്ന് പറഞ്ഞ ആളുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അന്തോണി പി വി എന്ന് പറഞ്ഞ പേരിൽ 500 രൂപ അതിവിടെ വന്നേക്കണം. അതായത് ഇവിടെ പേര് സബ്ഷീറ്റിൽ പേരില്ലാത്തവരുടെയാണ് ഇവിടെ നമുക്ക് എററായിട്ട് ഇവിടെ വന്ന് കിടക്കുന്നത്. അതായത് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് ഇപ്പൊ നമ്മൾ സാലറി എന്ന് പറഞ്ഞ ഷീറ്റിന്റെ എക്സാമ്പിൾ കണ്ടു. സ്കൂൾ എന്ന ഷീറ്റ് എടുക്കുകയാണ്, ഇതിൽ ടോട്ടൽ മാർക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ടോട്ടൽ മാർക്ക്. അതുപോലെ സബ്ഷീറ്റിലും സ്കൂൾ ചൂസ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ വീണ്ടും ആ ഫോർമുല കൂടി അപ്ലൈ ചെയ്യാണ്. ഇതിൽ ഈക്വൽ ടു വി ലുക്ക് അപ്പ് ഏതാണ് യൂണിക് ആയിട്ടുള്ള ഓൺ ഫീൽഡ് രജിസ്റ്റർ നമ്പർ അത് ആദ്യം കാണിച്ചു കൊടുക്കുന്നു. ഫോം ഇടുന്നു. എവിടെയാണ് അന്വേഷിക്കേണ്ടത്? സബ്ഷീറ്റ് എന്ന് പറഞ്ഞ ഫയലില് രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്ന ആ ഫീൽഡിൽ നിന്ന് തുടങ്ങി ടോട്ടൽ മാർക്കിന്റെ നമ്പർ സെലക്ട് ചെയ്ത് ആ റേഞ്ച് കാണിച്ചു കൊടുക്കുന്നു. കോവിഡ എത്രാമത്തെ കോളത്തിലെ ഫിഗർ ആണ് വേണ്ടത്? 1 A1 B2 C3 D4 E5 F6 G7. 7ാമത്തെ ഈ ടോട്ടൽ മാർക്കാണ് നമ്മളുടെ ടോട്ടൽ മാർക്ക് വരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 7 എന്ന് കൊടുത്തതിന് ശേഷം ഫാൾസ് ചൂസ് ചെയ്യും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. നമുക്ക് കാണാൻ സാധിക്കും ഏഞ്ചൽ മേരി എന്ന് പറഞ്ഞ കുട്ടിക്ക് ഇവിടെ ഏഞ്ചൽ മേരിക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഏഞ്ചൽ മേരിക്ക് 93 മാർക്ക്. ആ മാർക്ക് ടോട്ടൽ മാർക്ക് ഇവിടെ വന്നു. നമുക്ക് ഓട്ടോ ഫിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അനുബന്ധമായിട്ടുള്ള അവരുടെ ടോട്ടൽ മാർക്ക് ഷീറ്റിലേക്ക് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഈക്വൽ ടു വി ലുക്കപ്പ് രണ്ടിൽ കോമൺ ആയിട്ടുള്ള ഐറ്റം കൂടി ചൂസ് ചെയ്തു. കോമ റേഞ്ച് കാണിച്ചു കൊടുക്കുന്നു, ഡാറ്റ റേഞ്ച് കാണിച്ചു കൊടുക്കുന്നു. കോമിഡ എത്രാമത്തെ കോളത്തിലെ A1 B2 C3 മൂന്നാമത്തെ കോളത്തിലെ ഫിഗർ ആണ് ഇവിടെ വരേണ്ടത്. അപ്പൊ 3 കൊടുത്തു, ഫാൾസ് ചൂസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്യും. ഇവിടെ വരുന്നത് ഒരു നമ്പറാണ് വരുന്നത്. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് സെൽസ് വരിക, ഡേറ്റ് എന്നുള്ളത് ചൂസ് ചെയ്യാം. നമ്പർ എന്ന് പറഞ്ഞാൽ ഡേറ്റ് പോലെ ചൂസ് ചെയ്യാം. ഓക്കെ, അത് ഡേറ്റ് ആയിട്ട് മാറും. അല്ലെങ്കിൽ അത് നമ്പർ ഫോർമാറ്റ് ആണ് ആദ്യം വന്നത്, ഡേറ്റ് ഫോർമാറ്റ് വന്നു, ഡബിൾ ക്ലിക്ക് എല്ലാം ഫില്ലായി വന്നു. അതായത് ഓരോ ഐറ്റത്തിന്റെയും എക്സ്പയറി ഡേറ്റ് ഈ ഷീറ്റിൽ നിന്ന് ഇവിടേക്ക് ചൂസ് ചെയ്ത് കിട്ടും. ഏകദേശം വി ലുക്കപ്പ് എന്താന്ന് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, അപ്പൊ ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ ടാർഗറ്റ് 30 ലൈക്കാണ്. അപ്പൊ മറ്റൊരു വീഡിയോ അടുത്ത വരുമ്പോൾ സൈനിങ് ഔട്ട്.